ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് ചിറ്റിപ്പാറയാണ്. അങ്ങോട്ട് പോവാം. ഗൈസ്, നമ്മളങ്ങനെ ചിറ്റിപ്പാറ എത്തിയിരിക്കുകയാണ്. മസനഗുഡി വഴി ചിറ്റിപ്പാറയിലോട്ടാണ് എത്തിയിരിക്കുന്നത്. പതിവില്ലാതെ രാവിലെ 6 മണിക്ക് തന്നെ ഉറക്കം എണീറ്റ് ചിറ്റിപ്പാറ കാണാൻ ഇറങ്ങിയത് വെറുതെ ആയില്ല. അതിമനോഹരമായ കാഴ്ചകളും കണ്ട് നമ്മളങ്ങനെ ചിറ്റിപ്പാറയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ ചിറ്റിപ്പാറയിലോട്ടുള്ള മല കയറി വന്നിരിക്കുകയാണ്. ഇവിടെ അടുത്ത് നമുക്കൊരു അമ്പലം കാണാനായിട്ട് സാധിക്കും. ഇതുവഴി ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഈ കാണുന്ന പാറക്കൂട്ടങ്ങൾക്ക് നടുവിലൂടെ വേണം നമുക്ക് ചിറ്റിപ്പാറയുടെ മുകളിലോട്ട് പോകാനായിട്ട്. ഈ കാണുന്ന കല്ലും മുള്ളും ഒക്കെ കൊണ്ട് വേദനയൊക്കെ സഹിച്ച് വേണം മേലോട്ട് പോകാനായിട്ട്. മേളിൽ ചെന്നെത്തുമ്പോൾ കാണുന്ന കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മളതെല്ലാം സഹിച്ച് മേലോട്ട് പോവുകയാണ്. ഈ കാണുന്ന കമ്പെല്ലാം പിടിച്ച് പാറക്കൂട്ടങ്ങൾക്ക് മേളിലേക്ക് പിടിച്ച് അള്ളി കയറിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, നമ്മളങ്ങനെ കയറി വന്നിരിക്കുകയാണ്. തളന്നൂപ്പാട് വന്ന് ഇനിയും പോകാണ്ട് ഗൈസ്. നമ്മൾ ഇനിയും മുകളിലോട്ട് തന്നെ പോകണം. ആ മനോഹര കാഴ്ച കാണുവാൻ ഇതെല്ലാം സഹിച്ച് മുമ്പോട്ട് തന്നെ പോകണം. എന്നാലേ ആ കാഴ്ച കാണുവാനായിട്ട് സാധിക്കൂ. ചെന്നെത്തുമ്പോൾ കാണുന്ന കാഴ്ചയ്ക്ക് മുമ്പിൽ നമ്മുടെ ഈ കഷ്ടപ്പാടെല്ലാം വെറുതെ ആയി പോവും. അത്രയും മനോഹരമായ കാഴ്ച. അങ്ങ് വിദൂരതയിൽ കാണുന്നത് പൊന്മുടിയുടെയും അഗസ്ത്യാർകൂടത്തിൻ്റെയും പല നാനാഭാഗങ്ങളാണ്. അങ്ങ് ദൂരെ മലനിരകൾ നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. കോടമഞ്ഞ് മൂടി മൊത്തം മറഞ്ഞിരിക്കുന്നു. എന്നിരുന്നാൽ പോലും നമുക്ക് ആ സൂര്യപ്രകാശത്തിൻ്റെ തിളക്കത്താൽ ഒരു സ്വർണം തിളങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച പോലെ നമുക്ക് ഈ ചിറ്റിപ്പാറയിൽ നിന്നും ആ കാഴ്ച കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ ഇനിയും മുകളിലോട്ട് തന്നെ പോവുകയാണ്. അവിടെ നിന്നും കാണുമ്പോഴുള്ള കാഴ്ച നമുക്ക് കാണാം. ചിറ്റിപ്പാറയിൽ നിന്ന് കാണുന്ന ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ ചിറ്റിപ്പാറ എത്തിയിരിക്കുകയാണ്. നെടുവങ്ങാട് നിന്നും ഏകദേശം ഒരു 12 കിലോമീറ്ററിൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ ഇവിടെ എത്താനായിട്ട്. ഞാൻ വലിയ പ്രതീക്ഷയൊന്നുമില്ല വന്നൊരു സ്ഥലമാണ്. പക്ഷെ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു 360 ഡിഗ്രിയിൽ ഒരു അടിപൊളി ഒരു കാഴ്ച. അതാണ് ചിറ്റിപ്പാറ. ആർക്കും വരാം, എപ്പോഴും വരാം, എപ്പോൾ വേണോ വരാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷെ എപ്പോൾ വന്നാൽ ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നട്ടുച്ചയ്ക്ക് നല്ല പൊരി വെയിലത്ത് വരേണ്ടി വരും. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം, അതാണ് സമയം എന്ന് പറയുന്നത്. ഗൈസ്, നമ്മളങ്ങനെ ചിറ്റിപ്പാറയുടെ മുകളിലാണ് നിൽക്കുന്നത്. ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കണ്ടില്ലേ, നേരത്തെ കണ്ണടക്ക് 360 ഡിഗ്രിയിൽ നമുക്ക് കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. ഇവിടെ അങ്ങ് കുത്ത് താഴെ കണ്ട, ഇവിടെ നിന്ന് അങ്ങ് ചാടിയാൽ നമ്മൾ തീർന്ന് ചത്ത് പുകഞ്ഞ്. അതാണ്, അത്രേ ഉള്ളൂ ജീവിതമൊക്കെ, ഇത്രേ ഉള്ളൂ. നമ്മൾ നോക്കി കണ്ടൊക്കെ നിൽക്കണം കേട്ടാ, അല്ലെങ്കിലേ പറയ പോവും. കണ്ടാ അതുകൊണ്ടാ ഒരു നിൽക്കുന്നത്. ഫോട്ടോ എടുക്കാൻ കുറെ നേരം ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല എന്ന് പറയുന്ന പോലെയാണ് ഈ ചിറ്റിപ്പാറയുടെ കാഴ്ച. കാരണം വേറൊന്നുമില്ല, നമ്മുടെ കൺമുമ്പിൽ ഇത്രയും മനോഹരമായിട്ടൊരു സ്ഥലം കിടന്നിട്ട് നമ്മളിൽ എത്ര പേര് ഇവിടെ വന്ന് ഈ കാഴ്ചയൊക്കെ കണ്ടിട്ടുണ്ട്? കാണണം ഒരിക്കലെങ്കിലും. അപ്പോൾ ഗൈസ്, നമ്മൾ ചിറ്റിപ്പാറ എന്നും താഴോട്ട് പോവാണ്. നമ്മൾ വന്നിട്ട് കുറച്ച് നേരമായി. നമ്മളൊരു ഏകദേശം ഒരു 7 മണി അടുപ്പിച്ച് ഇതിപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 9 മണി ആയിട്ടുണ്ട്. 2 മണിക്കൂർ എങ്ങനെ പോയെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ ഇനി എന്തായാലും ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് തിരിച്ചു പോവാം. തിരിച്ച് ഇറങ്ങാനായിട്ട് കുറച്ച് പാടാണ്. താഴെ എടുത്തോന്ന് ആദ്യം നമുക്ക് നോക്കാം. അതുകൊണ്ട് എത്ര കാഴ്ചകൾ നിങ്ങളെ കാണിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. താഴെ എത്തുന്ന സാധാരണ ഇപ്പൊ ഞാൻ അങ്ങനെ ഇറങ്ങണത് ഇഴഞ്ഞിറങ്ങൂടാ അണ്ണേ, വഴിയാണോ അണ്ണേ? ഇതൊക്കെ വരും കേട്ടാ. വേൾഡ് ഫേമസ് യൂട്യൂബർ സിജു സജീവറിന്റെ വ്ളോഗാണ് ഇത്. PDP നേടിയിട്ടുണ്ടോ? നീ പോ വേണമെങ്കിൽ പോ. നീ സിജു സജീവർ നേടിയിട്ടുണ്ടോ? ഇവരൊക്കെ വലിയ ആൾക്കാരാണ് കേട്ടാ. അപ്പം അവരെ പോലുള്ള ഒരു വലിയൊരു മനുഷ്യനാണ് സിജു സജീവർ കേട്ടാ. ഇവിടെ കുറച്ചേരം ഇരിക്കാൻ പറ്റും. നമുക്കാണെങ്കിൽ അവിടെ കുറച്ചേരം ഇരിക്കാം. പറ്റും കണ്ടാ, ഇനി ഇരിക്കാം. കുറെ വള്ളിയൊക്കെ ഉണ്ട്, വള്ളിയിലേക്കാണെങ്കിൽ പിടിക്കാം കേട്ടാ. ഓടിച്ചു വെള്ളം കിട്ടും. ഇത് കണ്ട ഗൈസ്, ഇതൊക്കെ പണ്ടുള്ള ആൾക്കാര് മറ്റേ താർസനൊക്കെ തൂങ്ങിപ്പോകും. ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാലേ, പണ്ടുള്ള ആൾക്കാർ ഇവിടെ കിണറൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അവരെന്ത് എങ്ങനെ വെള്ളം കുടിച്ചിരുന്നു അറിയൂ? കണ്ട ഈ സാധനമല്ലേ ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം വരും എൻ്റെ മുഖത്ത്. അപ്പൊ ഇത് പണ്ടുള്ള ആൾക്കാർ വെള്ളം കുടിച്ചിരുന്നു വെച്ചാൽ ഈ സാധനമല്ലേ, ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം വരും. ആ വെള്ളമാണ് അവര് പണ്ടൊക്കെ കുടിച്ചിരുന്നത്, പണ്ടത്തെ കാലത്ത്. രാജ രവിവർമ്മയുടെ കാലം. മതിയാടാ, മതി. ആദ്യമേ ഇതുവഴി വന്നാൽ നമ്മള് ഇതുവഴി പതുക്കെ ഇറങ്ങി പോണം. സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം കേട്ടാ. കയറി വരുമ്പോൾ തെന്നി പോകാൻ സാധ്യതയുണ്ട്. പതുക്കെ ഇറങ്ങണേ. ഭയങ്കരമായിട്ട് ചാടാൻ ഭയങ്കര ഇതുള്ള സ്ഥലമാണ് കേട്ടാ.
പിടിച്ചു വരണം. അതല്ല, വാ 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 പെട്ടെന്ന്. അവിടെ ഇവിടെ പിടിച്ച് പോണേ. കയ്യേറാ. അപ്പോൾ നമ്മുടെ ചിറ്റിപ്പാറയിലുള്ള യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സി യു സജിമാർ സൈനിങ് ഓഫ്.